ഹലോ ഗായ്സ്, ഷാനവാസ് പാലക്കാടിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്താ വീഡിയോ ഇട്ടെന്നല്ലേ, നമ്മുടെ കാവശ്ശേരി പൂരമാണിന്ന്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് പോവുകയാണ്. മാത്രമല്ല ഇന്നൊരു വിരുന്നുണ്ട് അമ്മായിൻ്റെ വീട്ടിലേക്ക്. പോവാല്ലേ? പോവാം. അപ്പോൾ ഇന്ന് ഞാനും ബെൻസിയും നേരത്തെ പോവും. ബിലാൽ വൈകിട്ട് വരും, ബാപ്പിയും വൈകിട്ട് വരും. അപ്പോൾ പോവല്ലേ? വാ. ചതിരപ്പാലത്ത് ആലത്തൂർ പോകാനുള്ള തിരക്കാണ് ഈ കണ്ടത്. ഇതിനിടയിൽ ഞങ്ങളും 3-4 ബസ്സിന് ശേഷം വന്ന ബസ്സാണിത്. ഞങ്ങൾ വിചാരിച്ചു ഇതിൽ തിരക്കേ ഉണ്ടാവില്ല എന്ന്. ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യം കാലുകുത്താൻ സ്ഥലം ഉണ്ടായില്ല ഉള്ളിൽ. അപ്പോഴും ബാപ്പ പറഞ്ഞാണ് 8 മണിക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് 11 മണിക്ക്. അതുകൊണ്ട് ആലത്തൂർ സ്റ്റാൻഡിലുള്ള തിരക്കാണിത്. ഇപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. നടക്കാനും കൂടെ പറ്റാത്ത തിരക്കാണ്. അപ്പം ഇത്തിരി ഒഴിയട്ടെ കണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവിടുന്ന് വണ്ടിയൊന്നും കയറ്റി വിടാണ്ട് നടക്കുകയാണ് ഇപ്പം എല്ലാവരും. അങ്ങോട്ട് ഓടിയിട്ടാണ് വന്നത്. ഓരോടെ എത്തുമ്പോൾ നമ്മളെ ബ്ലോക്ക് ആക്കുക. അങ്ങനെ ഓടിയിട്ട് എത്തിയത്. അമ്മേൻ്റെ വീടെത്തുമ്പോഴേക്കും നമ്മളൊക്കെ ഒരു പരിവായി. വിശന്നിട്ട് വയ്യ എനിക്ക്. വക്കീൽപ്പടി കഴിഞ്ഞിട്ട് കുറച്ച് വക്കീൽപ്പടി അമ്മായിൻ്റെ അവിടെ ഇരുന്നാണ് അവിടെ പൂരമായിട്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. ആ പോകണ്ടാണ് ഇപ്പോൾ കണ്ടതൊക്കെ. അമ്മായി തിരക്കായിരുന്നു. ഇല്ലാണ്ട് 2 വഴിയുണ്ട്. ഇവിടെ അമ്മായിൻ്റെ വഴി ഇതേപോലെ പക്ഷെ നമുക്ക് അവിടെ അമ്പലത്തേക്ക് പോവാം. അതുകൊണ്ട് ഞങ്ങൾ പോകണമെന്താ തോന്നുന്നു. പേര് അവിടെ ബാക്കിൽ അമ്പലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ പോകണം. ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിൽ വരണം എന്നുള്ളവർക്കൊക്കെ വരാം. അതെ, ഇപ്പോൾ വരാം. അങ്ങനെ അമ്മായിൻ്റെ വീട് എത്തി. ഇവിടെ അമ്മായിൻ്റെ വീട്ടിൽ ആരും ഇല്ലേ? വാപ്പ വന്നിട്ട് ഫുഡ് കഴിക്കാണ്. ഇവിടെ നോക്ക്. ഹായ് കാണിക്ക്. പൂരം കൂടാൻ വന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കണം. അപ്പോൾ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം അമ്മായി ഞങ്ങളും കൂടെ കാവശ്ശേരി എന്താ അമ്പലത്തിൻ്റെ പേര്? പറക്കാട്ട് ഭഗവതി അമ്മയുടെ അമ്പലത്തിലേക്ക് പോകണം. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വൈകി ഇറങ്ങിയതാണ്. ഇല്ലില്ല, പടക്കം പൊട്ടാൻ സമയമാവും. 7 മണിയൊക്കെ ആവും. 7 അമ്മ ഇതിയാ നേരെ. ബിലാലുണ്ട് കേട്ടോ. അതാ ഫസ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ സൗണ്ട് കൂടുതൽ. ഇവിടെ എത്തിയ പ്രശ്നം അറിയോ? ഫോണിലൊന്നും റേഞ്ച് ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. ആരും വിളിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. ഫോണ് റേഞ്ച് ഉണ്ടാവില്ല. ഫോൺ എടുക്ക്. ഇതാണ് അമ്പലക്കുളം അല്ലമ്മ ഇത്. ഇതാണ് അമ്പലക്കുളം. പക്ഷെ ഫുൾ ഇതങ്ങനെയാണ് വെള്ളം. പടക്കം പൊട്ടുന്ന കാണാൻ 7 മണിക്ക് പൊട്ടും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. വാപ്പി വന്നിട്ട് കുറച്ച് മുമ്പേ പോയി. വാപ്പിനോട് വെച്ച് കാണാൻ പറ്റും. എല്ലാവരും പായിട്ട് ഇവിടെ ഇരിക്കും. രാവിലെ പുലർച്ചെ പോവുള്ളൂ. പുലർച്ചെ വെടികൂടെ കെട്ടിട്ട് പോകുന്നില്ലായിരുന്നു. വഴി തെറ്റിയാ ഒന്നും നോക്കണ്ട, വീട്ടിൽ പോയിക്കോ. ഞാൻ പറയണ്ട ഈ ട്രാവലർ കണ്ടപ്പോൾ ഞാനാദ്യം വിചാരിച്ചത് പൂരത്തിന് ആരോ ഫാമിലി ആയിട്ട് വന്നിരിക്കാമെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ഐസ്ക്രീം വണ്ടിയാണ്. കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു സെറ്റപ്പ് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞ വീഡിയോ എടുത്ത്.
ആദ്യമായിട്ട് കണ്ടതാണേ. വെടിക്കെട്ട് നടത്തുമ്പോഴുള്ള പ്രത്യേക ഒരു ചടങ്ങാണ് ഫോണിൻ്റെ ക്യാമറ അല്ല ടോർച്ച് ലൈറ്റ് ഓണാക്കൽ. അതെല്ലാവരും ഓണാക്കാം, നമ്മൾ ഓണാക്കണ്ട. വെടിക്കെട്ട് തുടങ്ങാനായി എന്നുള്ള സിഗ്നലാണ് ഈ കേൾക്കുന്നത്. എന്നുവെച്ചാൽ വെടിക്കെട്ട് തുടങ്ങാനായി എന്ന്. 7 മണി പറഞ്ഞിട്ട് 7:30ക്കാണ് വെടിക്കെട്ട് തുടങ്ങിയത്. പടക്കത്തിനെ പൊട്ടിയതൊക്കെയാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മേലൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. എന്താ പൊട്ടി, എന്താണ് ചെവിയൊക്കെ അടിച്ചു പോയിട്ട്. ഇത് മഴയല്ല, മഴത്തൊഴിലൊന്നും ഒന്നുമല്ല. കാണുന്നതാ ഈ സംഭവം. ഇതാണ് കൊട. പടക്കത്തിന്റെ കൂടെ കൊട വിടും. അതാണത്. ഇതെന്താ വെച്ചില്ലേ, ഇത്രയും പടക്കത്തിന്റെ ഇടയിൽ ഓരോന്ന് ബാക്കി വരും. എന്താണ് ഈ വീണ്ടും ഒരു കുട. ഇതിനെ കൊട പറയുന്നതാണ്. കൊട പോലെ ഇങ്ങനെ പറഞ്ഞു എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടാവും. ദേശക്കാരന്റെ പേര്. എന്താ തിരക്ക്, എന്താ നല്ല തിരക്കായിരുന്നു അവിടെ. പൈസ പച്ചമതി വണ്ടി ഇവിടെ തിരിച്ചു പറഞ്ഞാൽ ഇനി അടുത്ത വെടിക്കെട്ടിന് വരാല്ലേ. ഇത് അമ്മേന്റെ മകളാണ്. മോൻ കാണിക്കാൻ മടിയെന്നുള്ളൂ. അപ്പോൾ എന്നെ നല്ല കാണണ്ടല്ലോ, ഹിറ്റാണല്ലോ. അപ്പോൾ ഞങ്ങൾ പടക്കം നിന്ന് കണ്ടു. ലാസ്റ്റ് വെച്ചിട്ട് നെഞ്ചൊക്കെ പെട്ടുപെട്ട് നടിച്ചു. പിന്നെ കഴിഞ്ഞു. ഇനി നാളെ പുലർച്ചെ വടിയുണ്ട്. 12 മണിക്ക് വടിയുണ്ടാവും. വെടിയല്ല, വെടി. ഇതാണ് അവിടുന്ന് കണ്ട എന്താണ് കണ്ടില്ലേ മോളിന്ന് കൊട. അതാണ് ഇത് പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ ലേറ്റ് കൊടുത്തില്ല. സെറ്റ് ഇട്ടാ
അങ്ങനെ ഇന്നലെ അമ്മായിൻ്റെ അവിടെ കടന്നു. ഇന്നലെ അമ്മായിൻ്റെ അവിടെ കടന്നു ലഞ്ച്. ഇന്നലെ ഞങ്ങൾ കൂടെ ഐതൂട്ടിയുണ്ട്, പേരക്കുട്ടി, അമ്മായിൻ്റെ പേരക്കുട്ടി. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഫുള്ള്. അത് കണ്ടിട്ടുള്ള അമ്പരപ്പിലേ വീടിൻ്റെ മുകളിൽ മണ്ണൊക്കെ, വീടിൻ്റെ മുകളിൽ മണ്ണ്, ഉറങ്ങുന്ന അവിടെയൊക്കെ തയ്യാറ് ഇങ്ങനെ മണ്ണ്. 7 മണിൻ്റെ ഇത് എത്ര മണിക്കായി വെച്ചത് നമ്മൾ? 7 മണിൻ്റെ പറഞ്ഞിട്ട് 7:15. അത് കണ്ടില്ല, അങ്ങനെ വെച്ചു. 6 മണിക്ക് പൊട്ടും പറഞ്ഞിട്ട് പൊട്ടി, നീ ഉറങ്ങി. 6 മണിക്ക് പൊട്ടിയോളൂ ഉറങ്ങായിരുന്നു. ഞാൻ എന്നിട്ട് വന്നില്ല അങ്ങോട്ട്. 2 മറി 3 പൊട്ടി രാത്രി. 2 ഞങ്ങൾ കണ്ടു. 2 അതിൽ 2ാമത്തെ ഭയങ്കര ഇതായിരുന്നു. 3ാമത്തെ ഞാൻ കടക്കാണ്, ഇങ്ങനെ വിറക്കിയാണ് ഇങ്ങനെ. അങ്ങനെ പൂരമൊക്കെ കഴിഞ്ഞ്, ഇന്നലെ പൂരം കഴിഞ്ഞ്. ഇന്ന് എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ ഇന്നലെ നേരെ ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ആളില്ലാത്ത പൂരപ്പറമ്പ് കാണിക്കാൻ പോവാണ്. അതാണ് മാജിദ, അമ്മായിൻ്റെ മോളെ. മടിയാണ് കാട്ടുണ്ടാട്ടാ. ഇതായത് കാട്ടുണ്ടാട്ടാ, മടിയാണ്. കണ്ടില്ലേ, നല്ല മടിയാണ്. നമുക്കിനി ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് കാണാൻ പോകാം. ഇന്നലെ ഈ വഴി നമ്മൾ വരുമ്പോൾ നടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, തിരക്കായിട്ട്. ഇന്നുണ്ടോ, ഇന്നൊരു തിരക്കൂല്ല, ഒന്നുമില്ല. എന്താ ഞാൻ ഇന്നലെ വൈകുന്നേരം കാണിച്ച അമ്പലക്കുളം. കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം ഞാൻ രാവിലെ വന്നിട്ട് വിടരുത്. എന്നിട്ടും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കടയൊക്കെ ഒഴിക്കാണ്, എല്ലാവരും കൊണ്ടുപോകണം. കഴിഞ്ഞില്ലേ? ഇന്നലെ ഞങ്ങൾ ഇവിടേക്ക് ഇന്നത്. ഇല്ലല്ലോ, ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല, ഇവിടെ നിന്നു. ഇതാണ് കുതിര വയ്ക്കുന്ന സ്ഥലം. ഇന്നലെ നമ്മൾ നിന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പോൾ ഒരാളില്ല. ഈ അമ്പലമല്ല, പന്തൽ അഴിക്കാൻ വന്നവരും പിന്നെതാ ഈ കടൻ്റെ ഓണർമാരുകൾ മാത്രമേ ഉള്ളൂ. ആംബുലൻസ് പോയി. പിന്നെ നേരത്തെ വന്നാണെങ്കിൽ എല്ലാവരും കാണാൻ പറ്റിയിട്ടുണ്ടാവും. ആന. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഇന്നലെ ഞങ്ങൾ സ്ഥലം ഇതാണ്. ഇത് കാണിച്ചു കൊടുക്കും സ്ഥലം. ഇന്നലെ ബെൻസി ഇതിൽ നിന്നത്. ഇവിടെ പടക്കം മുട്ടി, ആ കാണുന്നവിടെ പടക്കം മുട്ടിക്കുന്നു. ആ വെള്ളം കുറേ നിരപ്പായി കാണുന്നില്ലേ, അത് പടക്കം മുട്ടി. പിന്നെ ഇതാണ് കുതിര തന്നെ വെക്കുന്ന സ്ഥലം. ഞങ്ങളത് രാത്രി എടുക്കാമെന്ന് വല്ല ഉറക്കത്തിൽ പെട്ടുകൊണ്ട് എടുക്കാമെന്ന് വന്നില്ല. പേപ്പറും കവറുകളും പ്ലാസ്റ്റിക്. ഇനി ഇവിടെയൊക്കെ ഇതെല്ലാവരും പോകണ്ട. ഇന്ന് എരുമൂര് കുമ്മാട്ടിയാണല്ലോ, എരുമൂര് കുമ്മാട്ടിയാണ്. അപ്പോൾ അവിടേക്കാണെന്ന് തോന്നുന്നു. എല്ലാവരും വേഗം സാധനമൊക്കെ കെട്ടി ഇതാക്കിയിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നലെ നല്ല തിരക്കായതുകൊണ്ട് ആരും ഞങ്ങളൊന്നും കണ്ടില്ല. ഇന്ന് രാവിലെ ഉണ്ടാവും വിചാരിച്ചു, കാണല്ല. ഒരു മനുഷ്യൻ ഇവിടെയാണ് ഇന്നലെ ആനനെ കെട്ടിയിട്ടത്. ഇവിടെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ആനൻ്റെ പിണ്ടം മാത്രമുണ്ട്, ആനയില്ല. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ആനനെ കാണാൻ ഭാഗ്യമില്ല. ആനൻ്റെ അടുത്ത പരിപാടിക്ക് പോയി. ഇവിടെ നോക്കുമ്പോൾ ആന തന്നെ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ എന്തുകൊണ്ടാണെന്നറിയോ വീട്ടിൽ നേരത്തെ പോയത്? നമ്മൾ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടും തിരക്കും. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പോവും. നമ്മുടെ മേലെ കൂടെ ആൾക്കാർ കയറി ഇറങ്ങിപ്പോവും. അമ്മാതിരി. ഞാൻ എന്നിട്ട് കമ്പിയിലൊക്കെ പിടിച്ചാൽ നിൽക്കുന്നത്. പടക്കം കഴിഞ്ഞത് പിന്നെ അങ്ങോട്ട് ഒറ്റ തിരക്കൊഴിയല്ലോ. പിന്നെ 2 വണ്ടി പടക്കമാണ്. എല്ലാം വീട്ടിനുള്ളിൽ ഇത് കണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ തന്നെ കാണാൻ പറ്റും, അത്ര അടുത്താണ്. വാപ്പി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വാപ്പി വീട്ടിൽ പോയി. ഇത് ഒരു പന്തലാണ്. അപ്പോൾ അമ്പലമൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകണം. അതാണ് അമ്പലം. ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക്. അപ്പോൾ കഴിഞ്ഞോണ്ട് വന്നപ്പോൾ ആനയൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നല്ലോ. അപ്പോൾ ആനൻ്റെ ബാക്കിൽ കൂടെ പോയത്. അതൊന്ന് വാലിട്ടടിച്ചാണ് ഞങ്ങളൊക്കെ തീർന്നിട്ടുണ്ടോ. അയ്യോ, നെഞ്ച് വിറക്കി നിൽക്കുമോ. ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക്. ഇത് തന്നെ പോയാൽ ഫ്രണ്ട് എത്തും. ഇത് തന്നെ ഫ്രണ്ട് പോവാ. ഐതൂട്ടി ഹായ് ഹായ് പറ. ഹായ് പറഞ്ഞാൽ മതി. ഹായ് പറ. അയ്യോ നാണമായി. നാണമായി. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്.
അത് ബാക്കായിരുന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ശരി ആ പൂവൊക്കെ വെച്ച് എഴുതിയിരിക്കുന്നത്. മരക്കാട്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണല്ലേ? പോവല്ലേ തിരിച്ച്? തിരിച്ച് ഞങ്ങൾ പ്രാവശ്യം എന്തൊക്കെ വന്നോ? വിരുന്ന് വന്നാണ്. പടക്കം വെടിക്കെട്ടും കണ്ടു, ആനനെ മാത്രം കണ്ടില്ല. ഈ ഒരു കുഞ്ഞു വഴി കൂടെയാണ് പോണത്. നമ്മൾ ഈ വഴി പോകുമ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളാണിത്, നേരെ കാണില്ല. അതിലൊട്ടി പേദം ഉണ്ടാവും ഇവിടെ. എവിടെ പേദം? ഇതാണ് പേദം.